നമ്മുടെ മനസ്സിലുള്ളൊരു കഥ, ആ കഥ നമുക്കിഷ്ടമുള്ള കുറച്ച് ക്യാരക്ടറുകളുടെ പേര്, ആ ക്യാരക്ടറുകളുടെ ഒരു ഏകദേശം ഒരു മോഡൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് വരുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. AI എന്ന ടെക്നോളജിയിലൂടെ അതെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണുള്ളത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങും സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ക്യാരക്ടറുകളൊക്കെ നമുക്ക് ഇതേപോലെ ആവശ്യമുള്ള ക്യാരക്ടറുടെ പേര് കൊടുക്കുക, ഒരു കഥ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറേ ഓപ്ഷൻസ് വരും, അതിലൊന്ന് സെലക്ട് ചെയ്യുക, ഒരു സിനിമയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക ചിന്തകളെല്ലാം നമുക്ക് മുന്നേ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയവർ, നമുക്ക് മുന്നേ ചിന്തിച്ച ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും ചിന്തിച്ച കാര്യങ്ങളുമാണ് ഇപ്പോഴും ഈ അന്തരീക്ഷത്തിലുള്ളത്. അത് ചില സമയങ്ങളിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളത് ക്യാച്ച് ചെയ്യുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. മൊബൈലായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും എല്ലാ ഡിവൈസുകളും ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എനിവേ, എന്തായാലും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സ്ക്രീനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൊബൈലിലായിരിക്കാം, അല്ലെങ്കിൽ ടെലിവിഷനിലായിരിക്കാം. ഇപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനും ഒരു ഡിവൈസ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റിലായിരിക്കും നമ്മളത് കാണുന്നത് അല്ലെങ്കിൽ വിഷ്വൽ ചെയ്യുന്നത്. മൊബൈലിലായിരിക്കാം. എല്ലാത്തിനും ഒരു ഡിവൈസിൽ നമ്മൾ പരസ്പരം, ഇപ്പോൾ അതല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലൂടെ ആയിരിക്കും നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഒരു വിഷ്വലിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് മനസ്സാണ്, ഒന്ന് കോൺഷ്യസും രണ്ട് സബ് കോൺഷ്യസ് ആയിട്ടുള്ള രണ്ട് മനസ്സാണ്. മൂന്നാമതൊരു മനസ്സൂടെ വരികയാണ്, അതിൻ്റെ പേരാണ് AI മനസ്സ്. പേരങ്ങനെ തന്നെ ആവണമെന്നില്ല. AI മനസ്സിൻ്റെ പ്രത്യേകത എന്താ? AI മനസ്സ് AI മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സിനിമകളോ ഗെയിമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ എന്ത് വേണം എല്ലാം നമുക്ക് ആ മോഡിൽ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ അല്ലെങ്കിൽ ചിന്തകരുടെ തോട്ട്സും അവരുടെ ബുക്സൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ലൈബ്രറിയിലോ ബുക്ക് സ്റ്റാളിലൊക്കെ പോയി വാങ്ങാറുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവാം? അവരുടെ തോട്ട്സും അവരുടെ ബുക്സും എല്ലാ സംഭവങ്ങളും എയറിലുണ്ടാവും. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ, അവർ ചിന്തിക്കുന്ന കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെഴുതിയ കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും ഈ ടെക്നോളജി വരാൻ പോകുന്നത്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇതും കൂടെ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഉറപ്പായിട്ടും ഇത് സംഭവിച്ചിരിക്കും.